അതല്ലേ നിങ്ങളോട് പറഞ്ഞത്. ആ ആയത്തിൽ വിളിച്ച് സഹായം ചോദിക്കുന്നതിന് പ്രശ്നമില്ല. സഹായം ചോദിക്കൽ പടപ്പുള്ളൂ, സഹായം തേടലല്ലേ പ്രശ്നം. ആ മരിച്ചു പോയവരോട് സഹായം ചോദിച്ചാൽ പ്രശ്നമില്ല, സഹായം തേടല പ്രശ്നമുള്ളൂ എന്നല്ല ഇപ്പം നിങ്ങളെ വാദത്തിൽ വരിക. അത് സമ്മതിക്ക്. ഓക്കെ, നിങ്ങൾ നാട്ടുകാരോട് സഹായം ചോദിക്കുന്നുണ്ടല്ലോ, അതിന് പ്രശ്നമില്ല. അവിടെ സഹായം തേടലാണ് അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ പറഞ്ഞ ആയത്തിന് അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ. അപ്പം പിന്നെ ഇനി വേറുള്ളവർക്ക് പോകേണ്ട കാര്യമുണ്ടോ? വേറുള്ളവർ ആയത്ത് ഓതാതിരിക്കുക നീ ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഓതിയല്ലോ, നിങ്ങൾ അർത്ഥം വെച്ചല്ലോ. അത് വെച്ചിട്ട് മരിച്ചു പോയവരോട് സഹായം ചോദിക്കൽ പ്രശ്നമല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഉസ്താദെ, മരിച്ചവരോടായാലും ജീവിച്ചിരിക്കുന്നവരോടായാലും സഹായം തേടിയാലോ മുശ്രിക്കാണ്. സഹായം തേടിയാൽ മുശ്രിക്ക. കാരണം എന്താണ്? വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അള്ളാഹിനോടല്ലാതെ വേറൊരുത്തനോട് സഹായം തേടിയാൽ ഓൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു, മുശ്രിക്കായി. അതിന് എന്താ ആയത്ത്? വയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന ആയത്താണത്. പിന്നെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാം. ആരോട്? ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കാം. അതിൻ്റെ ആയത്ത് ഏതാണ്? വതാവനു അലൽ ബിരി വതഖ്വ, നിങ്ങൾ പരസ്പരം സഹായം ചോദിക്കുക. അത് ജീവിച്ചിരിക്കുന്നവരോട് ഉള്ള ആയത്ത്. അത് മറ്റത് അള്ളാഹുവിനോട് മാത്രമുള്ള ആയത്ത്. ഇത് ജീവിച്ചിരിക്കുന്നവരോട് മാത്രമുള്ള ആയത്ത്. എന്നാൽ ഇതിൽ മരിച്ചു കൊലപ്പെടുത്താൻ പറ്റുമോ? വതാവനു അലൽ ബിരി വതഖ്വ എന്നതിൽ മരിച്ചു കൊലപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? പിടിച്ചോൻ കാഫറാണ്. ജീവിച്ചിരിക്കുന്ന എൻ്റെ അടുത്ത് പോയിട്ട് ഓനോടെന്താ പറഞ്ഞാൽ ഓൻ കേൾക്കും, പൊട്ടനല്ലെങ്കിൽ അല്ലേ? മരിച്ചതിൻ്റെ അടുത്ത് പോയി പറഞ്ഞാലോ, ഇന്നക്കലാത്തുസ്മിയുൽ മൗത്ത, നിനക്ക് മയ്യത്തിനെ മരിച്ചവനെ കേൾപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഓൻ്റെ അടുത്ത് ഒരുത്തൻ പോയി പറയാനാണെങ്കിൽ മുസ്ലിം ആണേ ഓൻ കാഫറ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു മരിച്ചവനെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ഇൻ തദൂഹും, നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹായ തേട്ടം, നിങ്ങളുടെ സഹായ ചോദ്യം അവർ കേൾക്കുകയില്ല. ഇതല്ല പറഞ്ഞു. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകൾ. മുസ്ലിയാക്കന്മാരെ ഇതിങ്ങൾ നിഷേധിച്ചത് കൊണ്ടാണ് നിങ്ങൾ കാഫിര്യങ്ങളായത്. നിങ്ങൾ ഇത് നിഷേധിച്ച് കൊണ്ട് മരിച്ചവരോട് സഹായം ചോദിക്കുന്നത് കൊണ്ടാണ് മുശ്രിക്കുകളായത്, അല്ലേ? മരിച്ചവരോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിച്ചാൽ ഒരു കേൾക്കുമെന്ന് വിചാരിച്ചവൻ കാഫറായി. മുഹമ്മദ് നബീൻ്റെ ഇവിടുന്നല്ല, ഹൃത്തേക്കബത്തു കേരളത്തിൽ നിന്ന് ചെല്ലുന്നതല്ല. റസൂലെ, ഞാനൊരുപാട് തെറ്റ് ചെയ്തു പോയി, എനിക്ക് പുറത്തു തരണമെന്ന് കേരളത്തിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. അതല്ല, റസൂലിൻ്റെ കബറും പുറത്ത് പോയിട്ട് റൗള ഷരീഫ് പോയിട്ട് ഒരുത്തം പറഞ്ഞെന്ന് വെച്ചോ, ആ പറയുന്ന റസൂല് കേൾക്കും എന്ന് മുസ്ലിം വിചാരിച്ചവൻ കാഫറാണ്. പിന്നെ എങ്ങനെയാ മല്യം പറയാം? നിങ്ങൾ മരിച്ചവരോട് സഹായം തേടുക? റസൂലിൻ്റെ ഇവിടുന്നൊന്നും പറയണ്ട. വെറുന്നൊന്നും പറഞ്ഞാൽ ഒരിക്കലും കേൾക്കില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അടുത്ത പുരയെന്ന് പറയുന്ന റസൂൽ കേട്ടിട്ടില്ലല്ലോ. അടുക്കളയെന്ന് ഭാര്യമാർ റസൂലിനെ പറ്റിക്കാൻ വേണ്ടി അവർ തന്ത്രം പ്രയോഗിച്ചത് റസൂൽ അറിഞ്ഞിട്ടില്ല. അടുക്കളയുള്ള കാര്യം റസൂൽ അറിഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കുമോ. പിന്നെ മരിച്ചാൽ എങ്ങനെയാ വലിയ അറിയാ? മരിച്ചാൽ അറിയില്ല എന്ന് ഖുർആൻ പറഞ്ഞതാ, ഞാൻ പറയുന്നല്ല. ഖുർആൻ പറഞ്ഞ നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കുക. ഇന്നക്കലാ തുസ്മിയുൽ മൗത്ത, നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ഒമാ അന്തബി മുസ്ലിം മംഫിൽ കുബൂർ, കവറിലുള്ളവരെയും നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളിയോൽ കേൾക്കില്ല. ഇത് വിശ്വസിക്കുന്നവരാ മുസ്ലിങ്ങൾ. ഇത് നിഷേധിക്കുന്നവരാണ് മൗലവിമാർ പോലത്തെ കാഫിര്യങ്ങൾ.